രക്ഷസ് എങ്ങനെയുണ്ടായിരുന്നു? ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ രക്തരക്ഷസ് ഡ്രാമ ഇങ്ങനെ നടക്കും. കുറേ ദിവസം കൊണ്ട് വരണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇന്നാണ് ഞങ്ങൾക്ക് ഒത്തത്. എന്തായാലും ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മോൻ വന്നില്ല. അവന് ഭയങ്കര പേടിയാണ്, എനിക്കും പേടിയാണ്. കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ശബ്ദം കേൾക്കുന്നുണ്ട്, കോലാഹലങ്ങളൊക്കെയാണ്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. 3 ആഴ്ചയോളമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട് അന്ന് മുതൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ സമയക്കുറവ് മൂലം ഞങ്ങൾ ഇങ്ങനെ വരാൻ പറ്റിയില്ല. ഇന്ന് കലാനിലയത്തിന്റെ അനന്തവർമ്മ സാറാണ് ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ഓണറാണ്. അദ്ദേഹത്തോട് ചോദിക്കാം നമ്മുടെ ഡ്രാമയെ പറ്റി. അല്ല, ഇതിപ്പോ പത്തനംതിട്ടയില് ഒരു 2006 ആദ്യം വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ പത്തനംതിട്ട വീണ്ടും കലാനിലയം വന്നിട്ടുള്ളത്. അന്ന് ഈ രക്തരക്ഷസും കടമറ്റത്ത് കത്തനാരും നാരദൻ കേരളത്തിലൊക്കെ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നും വൻ സ്വീകരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 1973 കലാനിലയത്തിന്റെ രക്തരക്ഷസ് ഇറങ്ങിയത്. എൻ്റെ അച്ഛൻ ശ്രീ കലാനിലയം കൃഷ്ണനാരാണ് ഇതിന്റെ എല്ലാം നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ് നാടകം രചിച്ചിരിക്കുന്നത്. അച്ഛനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 51 വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പുതുമ എന്ന് പറയുന്നത്. അപ്പൊ എത്രയോ ആൾക്കാര് 51 വർഷം ഈ നാടകം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്ര കേരളത്തിനകത്തും പുറത്തും എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും നാള് കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ച ഒരു നാടകവും ഉണ്ടാവില്ല. 1963 ആദ്യമായിട്ട് സ്ഥിരം നാടകവേദിയായി മാറുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ ഒരു വർഷത്തോളം തമ്പടിച്ച് നടന്ന 150 കലാകാരന്മാരെയൊക്കെ വെച്ചിട്ട് ഞാൻ ആരംഭിച്ചു. ഞാൻ 2003 ആരംഭിച്ചു. 2003 വീണ്ടും തുടങ്ങിയപ്പോൾ ഞാനും ജഗതിച്ചേട്ടനും കൂടിയാണ്. ഇതിന് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ജഗതിച്ചേട്ടൻ്റെ അച്ഛനാണ്. ജഗതിച്ചേട്ടൻ ഇവിടുന്നാണ് അഭിനയം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ 2003 ഞാൻ ജഗതിച്ചേട്ടനും കൂടി വീണ്ടും രക്തരക്ഷസ് ആരംഭിച്ചു. അന്നും രക്തരക്ഷസാണ് ആദ്യം തുടങ്ങിയത്. കാരണം കലാനിലയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് രക്തരക്ഷസ്. അത് കടമറ്റത്ത് കത്തനാരും. അത് കടമറ്റത്ത് കത്തനാര് ഒരുപക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ രക്തരക്ഷസ് എന്ന് പറഞ്ഞാൽ എവിടെയായാലും അത് എന്താ പറയുക, എല്ലാവർക്കും അത് കാണാൻ താല്പര്യമാണ്. ഇവിടെ 26 വരെയുണ്ട്. അപ്പൊ 2003 കഴിഞ്ഞ് ജഗതിച്ചേട്ടൻ ആക്സിഡന്റ് വന്നതിന് ശേഷം നമ്മൾ ജഗതിച്ചേട്ടനില്ല. പിന്നെ കോവിഡ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. കോവിഡ് വന്നപ്പോഴും നിങ്ങൾക്കറിയാലോ, എന്റർടൈൻമെന്റ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അപ്പൊ അതിനുശേഷം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. അങ്ങനെ ഇതിന്റെ ഏരീസും കൂടി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയായി ഏരീസും കൂടി അസോസിയേറ്റ് ചെയ്തു. അപ്പൊ ഏരീസും കലാനിലയം കൂടി ഒരുമിച്ചാണ് ഇപ്പൊ ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്. ചാപ്റ്റർ 1 ആണ്. അത് പണ്ടത്തെ ഇപ്പൊ പഴയ നാടകം അതേപോലെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം. അപ്പൊ ഞാനാണിപ്പോ ഇത് സംവിധാനം ചെയ്ത് കുറെ മാറ്റങ്ങൾ പുതിയ തലമുറയ്ക്കും കൂടി പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരണം. ടെക്നിക്കലിയും കുറെ മാറ്റങ്ങൾ വരുത്തി, ടെക്നിക്കൽ സീൻസ് ആഡ് ചെയ്തു. അതിപ്പോ നിങ്ങൾക്ക് നാടകം കണ്ടാൽ അറിയാം. പണ്ട് വരച്ചിരുന്ന പല സെറ്റിങ്സും 3D എഫക്റ്റിലാക്കി. പിന്നെ കുറെ പുതിയ സാങ്കേതിക തികവോടെയുള്ള കുറെ രംഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇത് ആദ്യം തുടങ്ങിയത് കൊടുങ്ങല്ലൂരാണ്. എൻ്റെ നാട്, അമ്മയുടെ നാട് കൊടുങ്ങല്ലൂരാണ്. അവിടെയാണ് വീണ്ടും ആരംഭിച്ചത്. ഇപ്പൊ 3ാമത്തെ ക്യാമ്പാണ്. ഈ 3 ക്യാമ്പിലും പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ സ്വീകരിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ. ഇതുപോലെ ഹൗസ്ഫുൾ ആണ് ഇപ്പൊ മിക്കവാറും ഹൗസ്ഫുൾ ആണ്. അതെ. ഇതുപോലെ ഹൗസ്ഫുൾ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമോ? അത് വരട്ടെ, ഹൗസ്ഫുൾ ആവട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം. ഏതായാലും വലിയൊരു നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ സിനിമകൾ ഇറങ്ങിയിട്ട് പോലും ആൾക്കാര് സ്വീകരിക്കാതെ പോകുന്നൊരു കാലഘട്ടത്തില് 51 വർഷമായിട്ടൊരു നാടകത്തിനെ ഇന്നും പുതിയ തലമുറ ഏറ്റെടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. രക്തരക്ഷസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ബെറ്ററായിരുന്നു, സൂപ്പറാണ്, നന്നായിട്ട് ഇതാ കാണണ്ടേ. മോനെ ഇഷ്ടപ്പെട്ടോ? പേടിച്ചോ? ഡ്രാമ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അടിപൊളി. വെരി നൈസ്, അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമില്ല, നല്ലായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിരുന്നു. നല്ല നാടകമായിരുന്നു. നല്ല രീതിയിലുള്ള ആർട്ടും വർക്കൊക്കെ എല്ലാം നല്ലതാണ്. എന്റെ അമ്മോ, ഞങ്ങള് രക്തരക്ഷസ് കണ്ടു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, പേടിച്ചിട്ടാണ് കേറിയത്. പക്ഷെ അങ്ങനെ വളരെ പേടിക്കാനൊന്നുമില്ല, നല്ലതാണ്. കുഞ്ഞുങ്ങളൊക്കെ വന്ന് കാണണം. എന്റെ മോൻ വന്നില്ല, ഇനി അവനെ കൊണ്ടുവരണം. സൂപ്പർ ആയിട്ടുണ്ട്, ഭയങ്കരമാണ്. വിഷ്വൽ ഭയങ്കര രസകരമാണ്. ഇതിനകത്തൊരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞിട്ടേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക് ആണ് നിങ്ങൾ നാടകം കണ്ടത്.
എങ്ങനെ രക്തരക്ഷസ് എങ്ങനെ വന്നു, ഇതിനെ കൊന്നു എന്ന് പറഞ്ഞ കഥയാണ് പറഞ്ഞത്. ആ കഥ പറഞ്ഞ വൃദ്ധനെയും അവള് കൊന്നു. അപ്പോൾ സമൂഹത്തിലേക്ക് ആ രക്തരക്ഷസ് വന്നു. ഓക്കെ, ഇനി ഇവിടുന്നാണ് അടുത്ത പാർട്ട് തുടങ്ങുന്നത്. ഇനി എന്തായാലും എടുത്ത എഫേർട്ട് വളരെ വിജയകരമായി തന്നെ മുന്നേറട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.